തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടും കുടിവെള്ള പ്രശ്നവുമെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്ന് മേയർ വി രാജേഷ്. 1990-ൽ സ്ഥാപിച്ച പൈപ്പുകളിലൂടെയാണ് ഇപ്പോഴും കുടിവെള്ളം വരുന്നത്. അരുവിക്കരയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിന്റെ അളവ് കൂട്ടണമെന്നും പ്രശ്നപരിഹാരത്തിനായി മന്ത്രിമാരായ കെ മുരളീധരനുമായും CP ജോണുമായും മോൻസ് ജോസഫുമായും സംസാരിച്ചുവെന്നും വി രാജേഷ് പറഞ്ഞു. അപ്പോൾ അതിനേക്കാൾ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ ആരംഭിക്കുന്ന കുടിവെള്ള ക്ഷാമം അവസാനിക്കുന്നത് മെയ് മാസം അവസാനം ജൂണിൽ മഴ കിട്ടുമ്പോഴാണ്. അത് നേരെ വെള്ളക്കെട്ടിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് 1990-കളിൽ വിഭാവനം ചെയ്ത ജലസേചന പദ്ധതിയാണുള്ളത്. അന്നിട്ട പൈപ്പുകളിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലീക്കേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അരുവിക്കരയിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അതിന് മറ്റുള്ള മെക്കാനിസം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലീക്കേജ് മാറ്റാനുള്ള സിസ്റ്റം ചെയ്യണം. ഇതിന് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വമാണെങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് മാത്രമേ ഇത് ശാശ്വതമായി ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ.